ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മോണ്ടിനിഗിരിയുടെ ലാസ്റ്റ് എപ്പിസോഡാണ്, ലാസ്റ്റ് ഭാഗമാണ്. നമ്മൾ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നു, ടിബറ്റിൽ നിന്ന് നേരെ ഗ്യാറ്റ്വിക്കിലോട്ട് പോകുന്നു. അതാണ് പരിപാടി. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു, ഓംലെറ്റ്, അതുപോലെ തന്നെ ടോം പറഞ്ഞത് ഫ്രഞ്ച് ന്യൂട്ടല്ല വിത്ത് ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ന്യൂട്ടല്ല. ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ന്യൂട്ടല്ല. ആപ്പിൾ ജ്യൂസ് ഒന്നും കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് കഴിക്കാം. ഇവിടുത്തെ കളറും അല്ല, ഇതിൻ്റെ എന്നാ പറയുന്നത്, ബിൽഡിങ്ങുകളുടെ ഒരു സെറ്റപ്പും വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളറ്, കടലിൻ്റെ കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്നാ പറയുന്നത് ലക്ഷദ്വീപിലൊക്കെ പോയിട്ടുള്ള ഒരു ടൈപ്പ് കളറാണ്. ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിലും ഈ ബ്ലൂ കളർ സീ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാട്ടറിന്. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് ഇവിടെയും ഉള്ളത്. ബ്ലൂ കളറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇത്രയും ഒരു സ്ഥലത്ത് ഒരുപാട് യാട്ടുകളുണ്ട്, ഇപ്പം ക്രൂയിസിനുള്ള ബോട്ടുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ആൾക്കാരൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് നമ്മളെ അത്രയും ലാംഗ്വേജ് അങ്ങോട്ട് നമ്മളുമായിട്ട് ഇംഗ്ലീഷ് അത്രയ്ക്ക് ഒക്കെ ഒരു ഇതില്ല എന്ന് വരുന്നതിൻ്റെ ഒരു ഇത് മാത്രമാണ്. പക്ഷേ നല്ല ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഈ പോകുന്ന ഈ വഴിയിലൂടെ ഇന്നലെ ഇവിടെയായിട്ട് 3 ഷിപ്പ് കിടപ്പുണ്ട്. അതാണ്ട് ഇന്ന് രാവിലെ തന്നെ അടുത്ത ഷിപ്പ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് 2 ഷിപ്പ് കൂടെ അവിടെ പിന്നെ വന്നിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങളിൽ നിന്ന്, പല യൂറോപ്യൻ കൺട്രികളിൽ നിന്നും ഈ ഇങ്ങോട്ട് ഇതുവഴി പോകുന്ന ഷിപ്പുകളാണ്. അപ്പോൾ അവർ ഒരു ദിവസം ഇവിടെ ഫുള്ള് ഇവരെ ഒതുക്കിയിടും. ഇവിടെ ഒരു ദിവസം ഒതുക്കിയിടും. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് അവർക്ക് ഈ നാട് അല്ലെങ്കിൽ ടിബറ്റ് അല്ലെങ്കിൽ കോട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം മുഴുവൻ കണ്ട് തീർക്കാൻ വേണ്ടി അവർ ഗൈഡുകളെ എല്ലാം കൊടുക്കും. അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്രൂയിസ് ഷിപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സ്പെൻസീവ് ഇവിടെ എന്തോരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത എക്സ്പെൻസീവ്. നമ്മൾ യു കെയിലും ഇവിടെയൊക്കെ ഉള്ള തരത്തിലുള്ള എക്സ്പെൻസീവ് ഉണ്ട്. ഞങ്ങൾ പിന്നെ കാര്യമായിട്ട് നമ്മൾ ഇപ്പോൾ യു കെയിലും അയർലൻഡിലോ അല്ലെങ്കിൽ ഒക്കെ കാണുന്ന തരത്തിലുള്ള അത്രയും ഇന്ത്യൻസിനെയോ അതിൻ്റെ 4 ഇന്ത്യൻസ് വരും. ഞങ്ങൾ 3-4 ഇന്ത്യൻസിനെ മാത്രമേ കണ്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് അവർ താമസിക്കുന്നതെന്നോ ഇവിടെ ജീവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇന്ത്യൻസിനെ വളരെ ചുരുക്കമായിട്ട് ഞങ്ങൾ കണ്ടുള്ളൂ. ഒന്ന് എൻ്റെ 6-7 പേരെ മാത്രമേ നമ്മൾ ആകെ കണ്ടു. നമ്മളങ്ങനെ ടിബറ്റ് എയർപോർട്ടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ വേലിക്ക് അപ്പുറത്ത് കാണുന്നതാണ് എയർപോർട്ട്, റൺവേ ആണ് കേട്ടോ. നമ്മളിവിടെ നിന്നാണ് ഇനിയിപ്പം നമ്മൾ ഗ്യാറ്റ്വിക്കിലേക്ക് പോകാൻ പോകുന്നത്. നമ്മളിപ്പം ഏകദേശം എയർപോർട്ടിന് അടുത്തെത്തി. ഇനി ഒരു 1 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് വണ്ടി കൊടുക്കണം. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മലനിരകളുടെ കളറാണ് കേട്ടോ. ഈ വെയിലടിച്ചിട്ട് ഇതിൻ്റെ ഒരു വൈറ്റിഷ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വീണ് കിടക്കുന്ന പോലത്തെ കളറാണ്. സൂപ്പറാണ്. എയർപോർട്ടിൽ ഫ്ലൈറ്റുകളൊക്കെ കുറേ കിടപ്പുണ്ട്. പ്രൈവറ്റ് ജെറ്റുകളാണ് കിടക്കുന്നത്. ഈ സൈഡിൽ പ്രൈവറ്റ് ജെറ്റും അപ്പുറത്ത് കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകളാണ് കിടക്കുന്നത്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ വന്നതാണ്. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ €1.5 കേട്ടോ പെട്രോളിന്. സെയിം ആണോ ഇതിനോ? നമുക്ക് പെട്രോൾ അടിച്ചിട്ട് കൊണ്ട് കൊടുക്കാം. ഇവിടെ കീട്ട് എടുക്കുന്നത് കേട്ടോ. എത്ര ഉണ്ട് പെട്രോൾ? നീ അടിച്ചോ? അപ്പോൾ നമ്മൾ €8 നമ്മൾ പെട്രോൾ അടിച്ചു. ഈ 9 ഇവിടെ നമ്പർ ഇതിൻ്റെ ഫ്യൂവലിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ അതിനകത്ത് പോവുക, പേയ്മെൻറ്റ് ചെയ്യുക. ഇവിടെ മറ്റേ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. നമ്മളെത്തി. അപ്പം ഒരു കുപ്പി വെള്ളം കൂടെ പോകാം. യെസ് പ്ലീസ്. പെർഫ്യൂമാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പോവുകയാണ്.
അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. 3 ദിവസം നമ്മൾ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഏൽപ്പിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വണ്ടി കൊണ്ട് ഇവിടെ ഒതുക്കിയിട്ടു. മുഴുവൻ ചെളിയായി കേട്ടോ. പിന്നെ അതൊന്നും നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയാണ്. ഇതവരാദ്യം തന്ന പേപ്പറാണ് കേട്ടോ. ഇത് കൊടുത്താൽ നമുക്ക് 500 euro തിരിച്ചു കിട്ടത്തുള്ളൂ. വണ്ടി ഒരു പോറൽ പോലും ഇല്ല, നമ്മൾ സെറ്റായിട്ട് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ മൊത്തം പൊടിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാണ്ട് അവിടെ സ്റ്റാഫ് ഇപ്പോൾ ഉണ്ട്, അവരെ നമുക്ക് ഏൽപ്പിച്ചിട്ട് അതിനകത്താണ് ഓഫീസ്. എയർപോർട്ടിൻ്റെ ടെർമിനലിനകത്ത് അതിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി പേയ്മെൻറ്റ് തിരിച്ച് മേടിക്കാം. വണ്ടി ചെക്ക് ചെയ്യാം കേട്ടോ. ഫുള്ള് ഓടി നടന്ന് ചെക്ക് ചെയ്യുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത്. തിരികെ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അതിനിപ്പുറം നമുക്ക് ഈ നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അറൈവലിൻ്റെ അവിടെ ഈ കാറിൻ്റെ റെൻ്റലിൻ്റെ അവിടെ പോയി നമുക്കൊന്ന് പേയ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കണം. അവർ 15 ദിവസത്തിന് അക്കൗണ്ടിൽ തിരിച്ച് പൈസ ക്രെഡിറ്റ് ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിനും പോയി ചോദിക്കാം. നമ്മളങ്ങനെ ടിബറ്റ് എയർപോർട്ടിനകത്ത് കയറി. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ 2 പെർഫ്യൂം മേടിച്ചു. പിന്നെ കണ്ണാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൂടെ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റ് യാത്ര. നമ്മൾ നേരെ ഗാറ്റ്വിക്കിലിറങ്ങും. അപ്പം മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു രാജ്യത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അവരേക്ക് ഗുഡ് ബൈ.